ഓർമ്മയില്ലേ? എന്തേ പേര് ഉഷാറില്ല? മാലി മാളിയും. ആ, മാളി മുള്ളാരി അല്ലേ? ഉം. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ പോവാ അല്ലേ? ക്ലാസ്സിലേക്ക് പോവാ അല്ലേ? ഓക്കേ. ഓക്കെ. നമ്മള് എങ്ങനെ പറഞ്ഞത്? മാളി, അതായത് ഫെയില്, ഇസ്മ ഫെയില് ഹർഫ് എന്നിങ്ങനെയാണ് ഒരു ജുംലക്ക് ഉണ്ടാവുക. ആ ജുംലയില് ഫെയിലിനെ നമ്മള് ഫെയിലിനെ കുറിച്ചാണ് പഠിക്കണത് അല്ലെ? ഫെയിൽ എത്ര വിധമുള്ളത്? എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ്. അതാണ് ഫസ്റ്റ് മാളി, മുലാരി, ദെൻ അമ്ര അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, പ്രസന്റ്, ദെൻ കമാൻഡ് എന്ന് പറയും. ഈ പ്രസന്റിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഫ്യൂച്ചറൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ ആകെ രണ്ടെണ്ണം ഉണ്ട്. ഫ്യൂച്ചർ, പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടും രണ്ടാണല്ലോ. പക്ഷേ അറബിക് ഗ്രാമറില് ഒരെണ്ണമാണ്. അതായത് ഈ മുളാരി എന്ന് പറയുന്നതിൽ തന്നെ എന്ത് വരും? ഫ്യൂച്ചറും പ്രസന്റും വരും. ഓക്കെ. മാളിയിൽ എപ്പോഴും ഒരു വേർഡ് എടുത്താൽ ആ മാറ്റം മാളിയാണെന്ന് അറിയാൻ അത് എപ്പോഴാണ്? ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ മാറ്റം ഉണ്ടാവുക? മാളിയില് അവസാനത്തിന്. അവസാനത്തിലാണ് മാറ്റം ഉണ്ടാവുക. എങ്കിൽ മുളാരിയിലോ ഫസ്റ്റ് ആണ്. തുടക്കത്തിൽ. തുടക്കത്തിൽ, സ്റ്റാർട്ടിങ്ങിലാണ് മാറ്റം വരിക. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം പഠിച്ചത് അല്ലെ? ഇനി അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഫസ്റ്റ് ലെറ്റർ ഏതൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അലിഫ്, അലിഫല്ല ഹംസ അല്ലെ? നൂന്, യാ, താ അല്ലെ? അതെ. ഇത് ഫസ്റ്റ് വന്നാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് വന്നാൽ അതിനെ നമ്മൾ ഫെയിൽ മുളാരി എന്നാണ് പറയാ. ഓക്കെ. നമുക്ക് അതിന്റെ അംസില ഒന്ന് വായിച്ചു നോക്കാം അല്ലെ? നമ്മൾ അതിന്റെ കായിക വായിച്ചു തോന്നുന്നു അല്ലെ? കായിക ക്ലിയർ ആയല്ലോ? കായിക നമ്മൾ വായിച്ചു. എന്താണ് വരാൻ പോകുന്ന മുളാരി എന്ന് വെച്ചാൽ പ്രസന്റ്ലി നടക്കുന്ന കാര്യം, പ്രസന്റ് ആയി നടക്കുന്ന കാര്യമോ അതല്ലെങ്കിൽ ഫ്യൂച്ചർ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആയിട്ടുള്ള വേർഡ്സിനെയാണ്, അല്ലെങ്കിൽ അത്തരം ക്രിയകളെ, വേർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെയില് മുളാരി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ രണ്ടാമത്തെ റൂളായ എന്താ പറഞ്ഞിട്ടുള്ളത്? ലാബുദ്ധ പറഞ്ഞാൽ അനിവാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അതിന്റെ മബുദു? അതിന്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കണം? ഹർഫി. ഏതൊക്കെ ഹർഫ് വരണം? ഹംസയോ നൂനോ വയാ താ. ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ നമ്മൾ എന്ത് പറയാ? ഫെയില് മുളാരി എന്ന് പറയാം. ഓക്കെ. നമുക്ക് ആ അംസില നോക്കാം. പേജ് നമ്പർ 21. പേജ് നമ്പർ 21. അതിലെ അംസില ജസ്റ്റ് വായിച്ചു നോക്കാം. എന്ത് ചെയ്യുന്നു? അഴ്സിലു യദയ്യ. അഴ്സിലു യദയ്യ എന്ന് പറഞ്ഞാൽ അഴ്സിലു എന്താണ്? ഞാൻ കഴുകുന്നു അല്ലെ? അഴ്സിലു പറഞ്ഞാൽ ഞാൻ കഴുകുന്നു. ഐ വാഷ്. യദീ എന്ന് പറഞ്ഞാൽ മൈ ഹാൻഡ്. എന്താണ്? ഐ വാഷ് മൈ ഹാൻഡ്, ഞാൻ എന്റെ കൈ കഴുകുന്നു. ഓക്കെ. ഈ ഒരു സെന്റൻസിൽ ഏതാണ് ഫെയില്? ഫെയിൽ ഏതാണ്? ഫെയിൽ ഏതാണ്? ഇസിലു എന്നാണ് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഒരു സെന്റൻസ് കിട്ടിയ അതിൽ ഫെയിൽ ഏതാണ്, ഹർഫ് ഏതാണ്, ഇസ്മ ഏതാണ് ആദ്യം മനസ്സിലാക്കുക. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഏതായിട്ടാണെന്ന് അടുത്ത നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ഇസിലു എന്ന് വന്നത് കൊണ്ട് തന്നെ ആ എന്നുള്ളത് എന്താണ്? അന അല്ലെ? ഞാൻ കഴുകി എന്നാണ് അർത്ഥം. ഓക്കെ. ആ എന്ന് പറയുമ്പോൾ അന ഫസ്റ്റ് ആണ് മാറ്റം വന്നത്, ശ്രദ്ധിച്ചല്ലോ? ഓക്കെ. അപ്പൊ അത് ഫെയില് മുളാരിന്റെ ആ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്, അതായത് അംസ കാറ്റഗറിയിൽ വരുന്നതാണ് അത്. നെക്സ്റ്റ് അൽബസു സിയാബി. അൽബസു ഐ വിയർ അല്ലെ? ഞാൻ ധരിച്ചു. എന്ത്?
സിയാബി എന്റെ ക്ലോത്ത്സ്, മൈ ക്ലോത്ത്സ്. ഇവിടെ സിയാബ് എന്ന് മതി. സിയാബ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോത്ത്സ് എന്നാണ്. സിയാബി എന്ന് വന്നതുകൊണ്ട് എന്തായി? മൈ ക്ലോത്ത്സ് എന്നായി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് യാ ഇട്ടാല് അവിടെ എന്താണ്? എന്റെ എന്നുള്ളൊരു മീനിങ് വരും കേട്ടോ. സിയാബി, ബൈത്തി എന്റെ വീട്, കലമി എന്റെ പേന, കിതാബി എന്റെ ബുക്ക്, മൈ ബുക്ക്. അങ്ങനെ മീനിങ് വരും, ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ഫിഇല്? ആ, അൽബസു. അൽബസ് അതെ, ആ അൽബസു എന്നുള്ളത് ഏത് ഫിഇലാണ്? മുളാരി ആ, അങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് കിട്ടിയ നോക്കേണ്ടത് കേട്ടോ. ആദ്യം അതിലേതൊക്കെ ഇസ്മ ഏതാ, ഫിഇൽ ഏതാ, ഹർഫ് ഏതാന്ന് മനസ്സിലാക്കുക. ദെൻ ഫിഇൽ കിട്ടിയ അത് ഏത് ഫിഇലാന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നൽഅബു ബിൽ ഖുറ. നൽഅബു, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ഏതാ വന്നിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഇതിൽ ഏതാണ് ഫിഇൽ ഏതാണ്? നൽഅബു നൽഅബു എന്നാണ്. ഓക്കെ, നൽഅബു എന്നാണ് ഫിഇൽ. അത് ഏത് ഫിഇലാണ്? മുളാരി മുളാരി. മുളാരി ഫിഇലാണ്. ഓക്കെ, ഇവിടെ ഞാ എന്നാണ് വന്നത്. ഞാ പറയുമ്പോൾ ഞങ്ങൾ. ഞാ പറയുമ്പോൾ എന്താണ്? ഞങ്ങൾ എന്നുള്ള മീനിങ് ആണ്. നൽഅബു പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുന്നു. വി പ്ലേ. വി പ്ലേ. ബി കൊണ്ട്, അല്ലെ? ബി പറഞ്ഞാൽ വിത്ത്. വിത്ത് എന്നുള്ള മീനിങ് ആണ്. അൽ ഖുറ എന്തുകൊണ്ട്? പന്ത് കൊണ്ട്. ദ ബോൾ. വി പ്ലേ വിത്ത് ദ ബോൾ. ഞങ്ങൾ പന്ത് കൊണ്ട് കളിക്കുന്നു. ഇവിടെ ഞാ വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ എന്ന പദം. ഞങ്ങൾ, നെഹ്നു. നെഹ്നു. നക്തുബു ഞങ്ങൾ എഴുതുന്നു. നഖ്റഉ ഞങ്ങൾ വായിക്കുന്നു. ഓക്കെ, ഖറഅ എന്നാണ് പറയാ. പക്ഷെ ഞങ്ങൾ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫിഇൽ മുളാരിയാണ്. ആ, നഖ്റഉ എന്നാവും വരിക. ഓക്കെ, നക്തുബു ഞങ്ങൾ എഴുതുന്നു. നമുക്ക് ആ ബോക്സ് നിങ്ങളോട് വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബോക്സ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് നമുക്കൊന്നും കൂടെ ക്ലിയർ ആക്കാം. അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അതൊന്ന് കൂടുതൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് നംഷി. നംഷി ഫിൽ ഹുഖൂലി. നംഷി എന്ന് പറഞ്ഞാൽ എന്താണ്? വി വാക്ക് ഞങ്ങൾ നടക്കുന്നു. വി വാക്ക്. ഫി ഇൻ എന്ന് പറയല്ലോ. ഇൻ അൽ ഹുഖൂലി വയലുകളിൽ. ദ ഫീൽഡ്സ് ഫീൽഡിലൂടെ നടക്കാണ്. വി വാക്ക് ഇൻ ദ ഫീൽഡ്. ഇവിടെ കണ്ട നംഷി മഷീന്നാണ്. മഷ എന്നാണ് എന്ത് പറയാ? നടക്കുന്നതിന് പറയാ. ഇവിടെ നംഷി എന്ന് വരാൻ കാരണം, ഞാൻ വരാൻ കാരണം ഞങ്ങൾ നടക്കുന്നു എന്നായതുകൊണ്ടാണ്. നെക്സ്റ്റ് എന്താണ്? യൻബഹുൽ കൽബു. യൻബഹുൽ കൽബു. യൻബഹു ഇവിടെ ഏതാണ് ഫിഇല്? യൻബഹു എന്നാണ് ഫിഇല്. ആ, ഓക്കെ, ഫിഇൽ മുളാരി ആണ്. പിന്നെ യൻബഹു എന്ന് പറഞ്ഞാൽ എന്താ? ബാർക്ക് ചെയ്യുക, കുരക്കുക, അല്ലെ? കുരക്കുന്നു, ബാർക്ക് ചെയ്യുന്നു. അൽ കൽബ്, ദ ഡോഗ് ബാർക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ യാ എന്ന് വരാൻ കാരണം എന്താ? കൽബ് എന്നുള്ളത് എന്താണ്? മുസക്കറാണ്. ഓക്കെ, കൽബ് എന്നുള്ളത് എന്താണ്? ഇവിടെ മുസക്കർ എന്താണ്? മുസക്കർ ആയതുകൊണ്ടാണ് ഇവിടെ യാ എന്ന് വന്നത്. പുല്ലിംഗമാണ്. ഓക്കെ, മസ്കുലൈൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? അതിന്റെ മുന്നേയുള്ള വെർബിൽ യവൻ നോക്കാൻ മതി. ഓക്കെ, യാ കൽബ് എന്നുള്ളത് എന്താണ്? അതൊരു മുദക്കറായ വേർഡാണ്, അല്ലെ? ഇനി അത് മുഅന്നസ് ആണെങ്കിൽ അതിന് അധികം മുഅന്നസ് ആയിട്ടുള്ള വേർഡിന് ലാസ്റ്റ് എന്ത് വരും? ഒരു താ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹദീഖത്ത്, ഷജറത്ത്. അപ്പൊ അത് വേറെന്ത് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാണ്ട്. ഇവിടെ കൽബ് എന്നാണ്. കൽബ് എന്നത് എന്താണ്? അതെന്താണ്? മുസക്കറാണ്. മുസക്കർ എന്ന് വെച്ചാൽ പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് യൻബഹു എന്ന് വന്നത്. ഓക്കെ, യൻബഹു എന്ന് വരാൻ കാരണം
വരാൻ കാരണം ഇപ്പുറത്ത് അതിന് ശേഷമുള്ള ഇസ്മിന് അതെന്തായതുകൊണ്ടാണ് മുസക്കർ ആയതുകൊണ്ടാണ്. ഓക്കെ, മുദക്കർ. നെക്സ്റ്റ്. യുനബ്ബഹു. യുനബ്ബിഹു എന്നാണ് അല്ലെ, യുനബ്ബിഹു എന്നല്ലേ. അൽ ഹാരിസു. യുനബ്ബിഹുൽ ഹാരിസു. യുനബ്ബിഹു പറഞ്ഞാൽ വാൺ ചെയ്യുക, മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറയും. വാണിംഗ് യന്തബിഹുന്നല്ല. എന്നാണോ മിസ്സേ? യന്തബിഹുന്നല്ല. പക്ഷെ അത് തെറ്റാണ്. യുനബ്ബിഹു എന്നാണ്, യന്തബിഹു എന്നല്ല, യുനബ്ബിഹു എന്നാണ്. അതൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. യുനബ്ബിഹു എന്നാണ്. മുന്നറിയിപ്പ്, വാണിംഗ് കൊടുക്കാതെ അറിയില്ലേ. അൽ ഹാരിസ്. ഹാരിസ് എന്ന് വെച്ചാൽ ഗാർഡ്, കാവൽക്കാരൻ. ഇവിടെ ഹാരിസ് എന്താണ്, മുസക്കറാണോ മുഅന്നസാണോ? മുദക്കർ. മുസക്കർ ആയത് കൊണ്ടാണ് അവിടെ എന്തായത്, യാ. യാ ഫസ്റ്റ് വന്നത്. ഉം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അതായത് ദ ഗാർഡ്സ് വാൺസ്, കാവൽക്കാരൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് വായിച്ചു നോക്കൂ. എന്താണ് തഅക്കുലുൽ ബിന്തു. ബിന്തു അല്ലെ. തഅക്കുലു പറഞ്ഞാൽ അക്കല എന്നാണ്. അക്കല എന്ന് പറയുമ്പോൾ കഴിക്കുക അല്ലെ, ഭക്ഷണം കഴിക്കുക എന്നറിയാം, ഈറ്റ്. ഇവിടെ തഅക്കുലു ആവാൻ കാരണം എന്താണ്, അതിനുശേഷം ബിന്താണ്, അത് മുഅന്നസാണ്. മുഅന്നസ് ആയതുകൊണ്ടാണ് തഅക്കുലു വന്നത്. കണ്ടോ? അപ്പോ മുഅന്നസ് ആയിട്ടുള്ള ഒരു ഇസ്മ് അതിന് മുൻപുള്ള വെർബിന് വന്നാൽ എന്താണ്, ആ ഒരു വെർബിന് നമ്മൾ ഫസ്റ്റ് ഫിഅ്ൽ മുളാരി അല്ലെ, ഫിഅ്ൽ മുളാരി ആയിരിക്കണം. അതിന് ഫസ്റ്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കുക, ത എന്നുള്ള ലെറ്റർ കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. ദ ഗേൾ ഈറ്റ്സ്, പെൺകുട്ടി ഭക്ഷിക്കുന്നു. നെക്സ്റ്റ് തസ്ബുലുൽ വർദത്തു. തസ്ബുലു എന്ന് പറഞ്ഞാൽ വാടുന്നു അല്ലെ. എന്ത്, അൽ വർദത്തു, റോസാപ്പൂ, റോസ് ഫ്ലവർ. ഇവിടെ തസ്ബുലു എന്ന് വരാൻ കാരണം എന്താ, മുഅന്നസ് ആയതുകൊണ്ട്. ഏതാണ് മുഅന്നസ് ആയിക്കണേ, വെർബിന് ശേഷമുള്ള ഇസ്മിന് എന്തായിരുന്നു, എന്താണ് മുഅന്നസ് ആയിട്ടുള്ള അല്ലെ, വർദത്ത്. കണ്ടോ, വർദത്ത് എന്ന് വന്നപ്പോ എന്തായി, ഇപ്പുറത്തൊരു താ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. നമുക്ക് ആ ഒരു ബോക്സ് നിങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഞാൻ നിങ്ങളോട് വരക്കാൻ പറഞ്ഞിരുന്നു. ഡ്രോ ചെയ്തിട്ട് അതിനകത്തേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞ ആ ബോക്സ് എടുത്തോളൂ. വരച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്ന ബോക്സ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അതിലെന്താണ് ഫസ്റ്റ്, അതിൽ മാളിയുണ്ട്, പേള് മുള്ളാരി ഉണ്ട്. ഹുവ പ്രൊനൗൺ നോക്കൂ. പ്രൊനൗൺസില് ഫസ്റ്റ് എന്താണ്, ഹുവ അവൻ, ഹി എന്ന് വരുമ്പോൾ ഫെയില് മാളിക്ക് എന്തെങ്കിലും മാറ്റണ്ടോ? ഇല്ല. എന്താ പറയാ, കത്തബ എന്ന് തന്നെയാണ് പറയാ. മാളി അവൻ എന്ന് വരുമ്പോൾ എന്താണ് പറയാ, കത്തബ. ഒരു മാറ്റവും ഇല്ല, കത്തബ തന്നെയാണ് പറയാ അല്ലെ. കത്തബൽ വലതു. ഒരു മാറ്റം വരില്ല. എങ്കിൽ മുളാരി ആവുമ്പോ അവിടെ എന്താ വരിക, അതിന്റെ നമ്മളിപ്പോ പഠിച്ചു യാ എന്ന് ഫസ്റ്റിലാണ് വരിക. യാ എന്ന് എന്ത് ചെയ്യും, യക്തുബു എന്നാവും. യക്തുബുൽ വലതു എന്നാവും, ആൺകുട്ടി എഴുതുന്നു എന്നാവും. ഓക്കെ, മനസ്സിലായല്ലോ. എങ്കിൽ കറ എന്ന് പറഞ്ഞു നോക്കൂ. കറ അവൻ ഹുവ വരുമ്പോ എങ്ങനെയാ വരിക, മാളിയാവുമ്പോ അല്ല, ഫസ്റ്റ് കറ ഹുവ മാളിയാവുമ്പോ എങ്ങനെയാ വരിക, ഇത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ.
മ്യൂട്ട് ഓഫ് ആക്കിയിട്ട് പറഞ്ഞോളൂ. മ്യൂട്ട് ചെയ്യാനല്ല പറഞ്ഞത്, അൺമ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാരും പറഞ്ഞോളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. എത്രയോ വേണം ആ മിസ്സേ? ആ എല്ലാരും ഒന്ന് ഓപ്പൺ നിങ്ങളെല്ലാരും ഒന്ന് പറഞ്ഞു നോക്കാനാണ്. അപ്പൊ ജസ്റ്റ് ഷെയ്മ മിസ്സേ, സൗദ മിസ്സേ എന്നൊക്കെ ഒന്ന് സൗണ്ട് ഒക്കെ ഒന്ന് വരട്ടെ. പറ്റില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹഫ്സ മിസ്, ജസീന മിസ്, മുർജാന മിസ്, മുഹ്സിന മിസ്, എല്ലാരും ഒന്ന് ഓണാക്കി നോക്കൂ. മുർഷിദ മിസ് ഇത് പറഞ്ഞു നോക്കാം നമുക്ക്. ഇത് നമ്മള് പറഞ്ഞാണ് പഠിക്കുക. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയിട്ട് നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, കത്തബ. ഇപ്പൊ നമ്മള് കത്തബ എന്ന് പറഞ്ഞത്. അപ്പൊ ഖറ എന്ന് പറയുമ്പോ ഹുവ, അവൻ എഴുതി എന്ന് എങ്ങനെ പറയാ? അവൻ എഴുതി. സോറി, അവൻ വായിച്ചു എങ്ങനെ പറയാ? ഹുവാന്നല്ല, ഒരു വലത് കൊടുക്കാം. വലത്. ആ ഖറ വലത്. ആ ഖറ വലതു. ആൺകുട്ടി വായിച്ചു. ഓക്കെ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ല, ഒരു മാറ്റം വരില്ല. ഖറ എന്നുള്ളതില് ഹുവ വരുമ്പോൾ, അവൻ എന്ന് വരുമ്പോൾ ഒരു മാറ്റം വരില്ല. ഓക്കെ, നെക്സ്റ്റ്. അതിന് മുളാരി ആവുമ്പോ എങ്ങനെയാ വരിക? യഖ്റഉൽ വലതു. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഇനി ഹിയ എന്ന് വരുമ്പോൾ നമുക്ക് കത്തബ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മാളിയുടെ കേസിലാണെങ്കിൽ അതെന്തായിരിക്കും? കത്തബത്ത് അല്ലെ, ലാസ്റ്റ് ആണ് വന്നത്. ചേഞ്ച് എപ്പോഴാ വന്നത്? കത്തബത്ത് ഉണ്ടോ? ലാസ്റ്റ് ഒരു താഴ്ത്തു, അതിന് സുക്കൂന് വിട്ടു. കത്തബത്ത് എന്നാണ് വന്നത് അല്ലെ? ഇനി നേരെ മറിച്ച് മുളാരി ആവുമ്പോ എന്താ വന്നത്? ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ ചേഞ്ച് വന്നത്? ഫസ്റ്റ് ആണ്. എന്താ വന്നത്? തക്തുബു എന്നായി അല്ലെ? മാളിയില് ലാസ്റ്റ് ആണ് താഴിട്ടിട്ട് ഒരു സുക്കൂനാണ് വന്നത് എങ്കിൽ, മുളാരിയില് അവൾ എഴുതി എന്ന് പറയുമ്പോ എങ്ങനെയാ വരിക? അവൾ അല്ലെങ്കിൽ പെൺകുട്ടി എഴുതി എന്ന് എങ്ങനെ വരിക? പെൺകുട്ടി എന്നുള്ളത് ബിൻത്താണ്. തക്തുബുൽ ബിന്തു അല്ലെ? ഓക്കെ, തക്തുബു എന്നാണ് വരിക. ഇനി പെൺകുട്ടി വായിച്ചു എന്ന് എങ്ങനെ വരിക? വായിക്കുന്നു. പെൺകുട്ടി വായിക്കുന്നു. തഖറഉൽ ബിൻത്. തഖറഉൽ ബിൻത്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഹുവ പഠിച്ചു, ഹിയ പഠിച്ചു, ദെൻ അന. ഞാൻ എന്ന് പറയുമ്പോൾ അല്ലെ, അത് മാളി ആവുമ്പോ എന്താ? കഴിഞ്ഞു പോയതാണ്. ഞാൻ എഴുതി എങ്ങനെ പറയാ? കത്തബത്തു എന്നാണ്. ലാസ്റ്റ് താ ഇട്ടിട്ട് അതിനെന്താ വരിക? ലമ്മത്താണ്. കത്തബത്തു. നേരെ മറിച്ച് അതിന്റെ മുകളിലുള്ള ശ്രദ്ധിക്കണം കേട്ടോ. ഹിയ എന്ന ഫോമിൽ വരുമ്പോ ലാസ്റ്റ് സുക്കൂനാണ്. ഇവിടെ ലാസ്റ്റ് എന്താണ് വരിക? ലമ്മാണ് വരിക. രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. അന എന്ന് പറയുമ്പോൾ കത്തബത്തു. ഓക്കെ, ഇനി അത് മുളാരിന്റെ കേസ് വന്നാൽ എങ്ങനെ പറയാ? മുളാരി ആവുമ്പോ അക്തുബു അല്ലെ? അന എന്ന് പറഞ്ഞതല്ലേ നമ്മള് ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ത്? അന അക്തുബു. അഖ്റഉ, ഞാൻ വായിച്ചു. ഞാൻ വായിച്ചു എന്ന് എങ്ങനെ പറയാ? ഞാൻ വായിച്ചു എന്ന് പറയാ. എന്താണ്? ഖറഉ എന്നാണ് പറയാ. ഞാൻ വായിച്ചു, കാരണം അത് മാളിയാണല്ലോ. വായിച്ചു മാളിയല്ലേ. ഞാൻ വായിക്കുന്നു എന്ന് എങ്ങനെ പറയാ? അഖ്റഉ. ആണ് വരിക കേട്ടോ. അന. ഓക്കെ, ഞാൻ പോയി എന്നെങ്ങനെ പറയാ? ഞാൻ പോയി. മാളിയാണല്ലോ. ഞാൻ പോയി എന്ന് പറഞ്ഞ മാളിയല്ലേ, കഴിഞ്ഞു പോയില്ലേ? അപ്പൊ തന്നെ പറയാ ലാസ്റ്റാണ് വരിക. മാളി ലാസ്റ്റിക്ക്. ദഹബ്തു. ഇനി ഞാൻ പോകുന്നു എങ്ങനെ വരിക? ഞാൻ.
അദ്ഹബ് അദ്ഹബു. അതന്നെ, വെരി ഗുഡ്. അദ്ഹബു, ഞാൻ പോകുന്നു ആണ് വരിക. നെക്സ്റ്റ്, ഇപ്പൊ നമ്മള് ഹുവ, ഹിയ, അന പറഞ്ഞു. ലാസ്റ്റ് നെഹ്നു, അതായത് വി, ഞങ്ങളിൽ നിന്നുള്ള വരുമ്പോൾ കത്തബ, നമ്മൾ കത്തബിന, ഞങ്ങൾ എഴുതി. കത്തബിന പറയുമ്പോൾ നാ, ഞാൻ ലാസ്റ്റ് ആണ് വന്നത് അല്ലേ? എന്നാ മുലാരിന്റെ കേസിലോ അനാ ഫസ്റ്റ് ആണ് വരിക. നെഹ്തുബു. ഓക്കെ, മാലി ലാസ്റ്റിലും മാലിയുടെ വെർബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടയാളം ലാസ്റ്റിലും, മുലാരിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടയാളം എന്തിലാണ് വരിക? ഫസ്റ്റിലാണ് വരിക, തുടക്കത്തിൽ, സ്റ്റാർട്ടിങ്ങിലാണ് വരിക. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഫെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. കുറച്ച് ഫെയിൽ എടുത്തിട്ട് അല്ലേ? കത്തബ പറഞ്ഞു, കറ പറഞ്ഞു, ഇനി സമി ആ കേൾക്കുക ഒന്ന് പറഞ്ഞു നോക്കൂ. സമീഅ നമുക്ക് ആദ്യം മാലിയുടെ ഫോമിൽ പറയാം. കത്തബ, കത്തബത്ത്, കത്തബത്തു, കത്തബിന എന്ന് പറഞ്ഞ പോലെ സമീഅ, പറയൂ. സമീഅ, സമീഅത്ത്, സമീഅത്ത്, സമീഅത്തു, സമീഅന. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്കത് മുള്ളാരിയിൽ ഇട്ട് നോക്കാം. യസ്മഉ പറഞ്ഞോക്കൂ. യസ്മഉ, തസ്മഉ, അസ്മഉ, യസ്മഉ. ഒന്നുമല്ല, അതിന്റെ ഫ്രണ്ടിലൊക്കെ ആയും ഞായും തായും ഒക്കെ ചേർക്കുക തന്നെ. അത് മാളി ആവുമ്പോ എന്താ ലാസ്റ്റിക് കൂട്ട്, അത്രന്നെ ഉള്ളു. ഓക്കെ, നെക്സ്റ്റ് ഇനി വേറൊരു ഫെയില് പറയാം. പറയൂ, ഒരു പറയൂ. ശരിബ. ശരിബ, ശരിബ നമുക്ക് മാളിയിലൊന്ന് പറഞ്ഞു നോക്കൂ. മാളി നിങ്ങൾ പറയൂ. ശരിബ, അതന്നെ. നെക്സ്റ്റ് മുലാരി നോക്കൂ. മുലാരി എന്നിട്ട് നോക്കി നോക്കൂ. യശ്റബു, തശ്റബു, അതന്നെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ അങ്ങനെ ഇതിട്ട് നോക്കുമ്പോ വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് റജ, മടങ്ങി എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം മാളി. റജഅന. ഓക്കെ, ഇനി മുലാരി തന്നിട്ട് നോക്കൂ. യർജിയോ, നർജിയോ, അർജിയോ, നെർജിയോ. ഓക്കെ, തർജിയോ, പിന്നെ ഞാൻ തർജിയോ പിന്നെ എർജിയോ എന്നാണ് പറയുന്നത്. തർജിയോ, അർജിയോ, നെർജിയോ. ക്ലിയർ? നമ്മള് ഈ ഫെയില് മാറി മുള്ളാരി കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാലുള്ള നമുക്ക് ഇനി അടുത്ത ഫെയില് അമ്ര കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. ഓക്കെ, ഇനി നോക്കണോ? ഒന്നുകൂടെ നോക്കണോ? ഇതിൽ മാളി മുള്ളാരി കറക്റ്റ് മനസ്സിലായല്ലോ അല്ലെ? ആ ബോക്സും കൂടെ നോക്കിയാ നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ നിങ്ങൾക്ക് 10 വേർബ്സ് ഇട്ട് തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, മാളിയിലെ 4 ഫോമിലേക്കും മുലാരിയിലെ 4 ഫോമിലേക്കും എഴുതി നോക്കുക. അത് എഴുതിയാലേ നമുക്കത് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. ഓക്കെ, മാളി മുലാരിയും കാണുമ്പോൾ മാളി ഏതാ മുലാരി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ഇടങ്ങറ് വരും. നേരെ മറിച്ച് നമുക്കത് കുറച്ച് വേർബ്സിലൂടെ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ ടേബിൾ പോലെ മാളി മുള്ളാരി ആ 4 ഫോം വെച്ച് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഏതൊക്കെയാണ്?
ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ മാലി മുലാരിയും ഇല്ലേ, ഉം. അപ്പൊ മാലിന്റെ ഇപ്പൊ ആ നമ്മളിപ്പോ പറയാലോ. പറഞ്ഞില്ലേ, അതാ ഇനി വർക്ക് ചെയ്യാൻ. അതെ ഇനി അതുപോലെ ഇനി നാളെ ചെയ്യണമെന്നാണോ പറയണേ? നിങ്ങൾ ചെയ്യണമെന്നോ? അല്ല മാം ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് തരുമോന്ന് ചോദിക്കാം. ഓ ഞാൻ ഇത് രണ്ടെണ്ണം മതി. ഇട്ടിട്ടുണ്ടല്ലോ ടേബിള്. അതല്ല നമ്മളിപ്പോ പറഞ്ഞില്ലേ, ടേബിൾ ആ ഇട്ടെന്ന്. ഓക്കെ ഓക്കെ ഓ ഷുവർ ഇട്ടെ ഇട്ടെ. ഓക്കെ നെക്സ്റ്റ് പേജ് നമ്പർ 22. പേജ് നമ്പർ 22. ഇതിൽ അമ്ര നോക്കാം. അമ്രില് ആളി പഠിച്ചു, മുലാരി പഠിച്ചു, ദെൻ ഇതില് അമ്രാണ്. ഇതിൽ അമ്രില് ആദ്യം കായിക നോക്കാം അല്ലെ? കായിക നോക്കാം. എന്താണ് ആ കായിക ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് കായികയിൽ പറയുന്നത്? ഫെയില് അമ്ര എന്നുള്ളത് എന്താണ്? ഹുവ പുല്ല് ഫെയിലി, അതല്ലാതെ അത് ഫുൾ ഫെയിലാണ്, ഒരു പ്രവൃത്തിയാണ്. യുത്ലബു അത് എന്തിനെയാണ്? യുത്ലബു പറഞ്ഞാൽ റിക്വസ്റ്റഡ് ആണ്, ആവശ്യപ്പെടുന്നതാണ്. റിക്വസ്റ്റഡ് ആണ്, ആവശ്യപ്പെടുന്നതാണ്. എന്ത്? ബിഹി ഹുസൂല ഷൈഅൻ. എന്ത്? ഹുസൂല അതൊരു അറ്റൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലഭിക്കലാണ്. എന്തിനെ? ഷൈഅൻ ഒരു കാര്യം. ഫി സമനി മുസ്തഖ്ബിൽ. എന്ത്? സമനി പറഞ്ഞാൽ കാര്യം, സോറി ടൈമാണ്. സമന് സമയം, ടൈം. അൽ മുസ്തഖ്ബിലി ഭാവി കാര്യത്തിലേക്കുള്ളത്. അതായത് ഭാവി കാലത്തിൽ ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ ആവശ്യപ്പെടുന്ന എല്ലാ ക്രിയകളും ഫെയില് അമ്രാണ്. ഇമ്പരേറ്റീവ് വെർബ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ആജ്ഞാർത്ഥ ക്രിയ. കേട്ടില്ല ഒന്നുകൂടെ. സമനി ഒന്നും കൂടെ ഒന്ന് പറയുമോ? സൗണ്ട് ക്ലിയർ ആവില്ല. അതിന്റെ മീനിങ് കാലം എന്നല്ലേ വരുക? കാലെന്നോ? കാലം ക്ലിയർ ആവണില്ല മുഷ്ത ടീച്ചറെ, എന്താ പറഞ്ഞു ഉദ്ദേശിച്ചത്? ഫെയില് ഫെയില് അമ്ര് എന്താ മനസ്സിലായില്ല? ക്ലിയർ ആയില്ല? ചോദിക്കുന്നെന്ന് തോന്നുന്നു. കാലം സമന്. യെസ് ഓക്കെ. ടൈം എന്ന് പറയും, സമയം. ഓക്കെ നിങ്ങൾ ഉദ്ദേശിച്ച മനസ്സിലായി. സമന് കാലം. ഓക്കെ. അതായത് ഭാവിയിൽ ഒരു കാര്യം നീ എഴുത് എന്ന് പറയൂലേ, എഴുതൂ എന്ന് പറയുമ്പോ അതൊരു ഭാവി കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഭാവി കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുക, കമാൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പേര് അമ്ര എന്ന് പറയുന്നത്. ഓക്കെ. എഴുതൂ, നിൽക്കൂ, പഠിക്കൂ എന്നൊക്കെ പറയുമ്പോ അത് ഭാവി ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണല്ലോ നമ്മൾ പറയുന്നത്. അതിനെയാണ് എന്ത് പറയാ? കമാൻഡ് എന്ന് പറയാം. ഇമ്പരേറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കതില് പേജ് നമ്പർ 22 കായികയിലെ അല്ലെ 22 അംസിലയിലേക്ക് വരാം. എക്സാമ്പിൾസില് എന്താണ്? ഫസ്റ്റ് എന്താണ്? ഇൽഅബ് ബിൽ ഖുറത്തി. ഇൽഅബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൽഅബ് കളിക്കൂ, ബിൽ ഖുറത്തി പന്ത് കൊണ്ട് നീ കളിക്കൂ, പന്ത് കൊണ്ട് കളിക്കൂ. ഇൽഅബ് കളിക്കൂ, പന്ത് കൊണ്ട്. പ്ലേ വിത്ത് ദ ബോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ഫെയില്? അല്ലേ? അതെന്താണ് ഫെയില്? മാളിയാണോ, മുലാരിയാണോ, അമ്രാണോ? അമ്രാണ് അല്ലേ? അമ്രാണ് വരുന്നത്. നെക്സ്റ്റ് അത്രയും
ഹിത്തത്തക്ക അല്ലെ? ഹിത്ത് പറഞ്ഞാൽ എന്താ? പൂച്ച. അത്രയും ഭക്ഷണം കൊടുക്കൂ. ഫീഡ് ചെയ്യൂ. ഫീഡ് യുവർ കാറ്റ്. നിന്റെ പൂച്ച, യുവർ കാറ്റ് അല്ലെ? അത്രയും എന്ന് പറയുമ്പോ ഫീഡ് ചെയ്യാം. ഇവിടെ ഭക്ഷണം കൊടുക്കൂ എന്നാണ് മീനിങ്. അത്രയും അല്ലെ? അത്രയും എന്ന് പറയുമ്പോ ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏതാണ് ഫെയില്? അത്രയും എന്നാണ് ഫെയില്. അതെ, അതെ. അതേത് ഫെയിലാണ്? ഫെയില് അമ്രാണ് അല്ലെ? അമ്രിന്റെ പ്രത്യേകത നോക്കൂ. ലാസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? സുക്കൂനാണ്. ശ്രദ്ധിച്ചോ? അത് എല്ലാത്തിലും സുക്കൂനല്ല കേട്ടോ, എല്ലാത്തിലും വരില്ല. അത് വരാനുള്ള റൂള് വേറെ ഉണ്ട്. നമ്മൾ ഇത്രയും ഇപ്പൊ ഫെയില് മാലി മുല്ലാരി പഠിച്ചു. അതിലൊക്കെ അന, നെഹിനു, ഹുവ, ഹിയ എന്നുള്ള 4 ഫോമിലാണല്ലോ പഠിച്ചത് അല്ലെ? ഈ 4 ഫോമിലാണ് നമ്മള് ഏതൊക്കെ അക്ഷരങ്ങളാണ് ചേഞ്ച് ചെയ്യാന്ന് നമ്മൾ പഠിച്ചത്. പക്ഷേ ഫെയിൽ അമ്രില് അതല്ല വരിക. അന എന്ന് പറയുമ്പോ നമ്മൾ നമുക്ക് തന്നെ കമാൻഡ് കൊടുക്കോ? പറയില്ലല്ലോ. ഇല്ല, അന വരില്ല. നെഹ്നു അത് വരും. നിങ്ങൾ ചെയ്യും. നെഹ്നു വരില്ല. നമ്മൾ നമ്മളോട് തന്നെ പറയോ? കമാൻഡ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? ഒന്നില്ലെങ്കിൽ അൻത പറഞ്ഞ എന്താ? അവൻ അല്ലെ? അൻതി അവൾ. നിങ്ങൾ 2 പേർ, നിങ്ങൾ 2 സ്ത്രീകൾ, നിങ്ങൾ 2 പുരുഷന്മാർ, നിങ്ങൾ എല്ലാവരും എന്നുള്ള മീനിങ് ആണ്. അൻത, അൻതി, അൻതു, അൻതുന്ന എന്നൊക്കെ പറയും. ഓക്കെ. ഇവിടെ അങ്ങനെയാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ലൊമീർ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് അതിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അമ്രില് അൻത എന്ന് പറഞ്ഞാൽ നമ്മൾ മുസക്കറായിട്ടുള്ള ഒരാണിനോട് പറയാണ്, ഒരു ആൺകുട്ടിയോട് മുസക്കറായിട്ടുള്ള ഒരു സാധനത്തെ പറയുമ്പോഴാണ്, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അൻത എന്ന് പറയുന്നത്. അൻത എന്നുള്ള സംഭവത്തിൽ വരുന്ന എല്ലാ ഫെയിലിനും ലാസ്റ്റ് എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അത്രമാത്രം പറഞ്ഞു. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ള ഈ 6 എക്സാമ്പിളിലും അൻത, നീ ഒരുവൻ എന്ന് പറയില്ലേ? നീ ഒരു ആൾ. നമ്മളൊരു ഗേളിനെ നോക്കിയിട്ട് അൻത എന്ന് പറയോ? ഇല്ല, അൻതി എന്നാണ് പറയാ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ? അൻത എന്നുള്ളൊരു ഫോമുള്ളൂ. ഒരു ആൺകുട്ടി എന്നുള്ളൊരു മുസക്കറിനെയാണ് ഇവിടെ പറയുന്നത്. മുസക്കർ വരുമ്പോൾ എപ്പോഴും ആ ഒരു ഫെയില് അമ്രിന് ലാസ്റ്റും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. ഇല്ല അത് അത്രയും. ശ്രദ്ധിച്ചോ? ഇവിടൊക്കെ എന്താണ്? അൻത ഫോമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത്ര പഠിച്ചാൽ മതി. ലമീറിന്റെ പാഠം നമുക്കിനി ജസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. നഗ്ലിഫ് സിയാബക. നഗ്ലിഫ് ക്ലീൻ. എന്ത്? യുവർ ക്ലോത്ത്സ്. സിയാബക പറയുമ്പോ ക്ലീൻ യുവർ ക്ലോത്ത്സ്. ഇവിടെ ഏതാണ്? നഗ്ലിഫ് അല്ലേ? വൃത്തിയാക്കൂ എന്നാണ് പറയുന്നത്. അതെന്താണ്? അമ്രാണ് കേട്ടോ. നഗ്ലിഫ് എന്നാണല്ലോ എന്നുള്ളത്. അതിന്റെ ലാസ്റ്റ് എന്താണ്? അൻത ഫോമിലുള്ള അമ്രാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇനി നോട്ട്സ് ഫസ്റ്റ് നൂന് വന്നെന്താ? ഇവിടെ നൂന് വന്നെന്താ ഫസ്റ്റ്? ക്ലിയർ ആവണില്ല മോളെ, ഒന്ന് അടുത്തേക്ക് പിടിക്കുവോ? ഫസ്റ്റ് നൂന് വന്നില്ലേ? അതെന്തുകൊണ്ടാ? ടെക്സ്റ്റ് ചെയ്യോ? മനസ്സിലാവണില്ല. അത് സൗണ്ട് കുറവായിട്ടാണോന്ന് അറിയില്ല, അത് ക്ലിയർ ആവാനിട്ടാണോന്ന് അറിയില്ല. ഫസ്റ്റ് നൂനാണല്ലോ വരുന്നത്, ഹംസ എന്താ വരാത്തെന്ന് തോന്നുന്നു. അയ്യോ, അത് മുലാരി അല്ലേ? നമ്മളിപ്പോ അമ്രാണ് പറയണേ. ഓക്കെ, മുലാരി കഴിഞ്ഞു.
ഇനിയിപ്പോ നമ്മൾ അമ്രല്ലേ, നമ്മള് വേറെ ഫീല് മാലി മുലാരി ദെൻ അമ്ര്. അമ്രാണ് ഇപ്പൊ നമ്മൾ എടുക്കണേ. അമ്രില് ഒരിക്കലും ഫസ്റ്റ് ന്യൂനോ അലിഫോ ഒന്നും വരണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ present tense. ഊന് വന്ന ഞങ്ങൾ എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്? ആണ്. നല്ലിഫ്, വൃത്തിയാക്കുക, നിന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുക എന്നാണ്. പക്ഷെ ഇവിടെ അമ്ര ആയതുകൊണ്ടാണ് നിങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. നിങ്ങൾ വൃത്തിയാക്കുക എന്തിനെ? ഞങ്ങൾ എന്ന് വരുമോ? അതെങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞങ്ങൾ നൂന് വന്ന വൃത്തിയാക്കിയ ഞങ്ങൾ എന്നല്ലേ അർത്ഥം വരുന്നത്? അപ്പൊ അതായത് നമ്മൾ നമ്മളോട് തന്നെ കമാൻഡ് ചെയ്യോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. അതന്നെ, നൂനല്ലേ ഇവിടെ വന്നത്? നിങ്ങൾ വൃത്തിയാക്കുന്നതാണ് ഇവിടെ മീനിങ്. നെഹിനുവിന്റെ നൂനല്ലേ ഇവിടെ വന്നത്? ഏ നെഹിനുവിന്റെ നൂനല്ലേ വന്നത്? നെഹ്നുന്റെ ന്യൂനല്ലേ വന്നത് അല്ലേ? ആ, അല്ല, ഇവിടെ നമ്മൾ അമ്രാണ് പഠിക്കുന്നത്. മുലാരിയില് അങ്ങനെ വരുവോ? നോക്കി നോക്കൂ. നെൽ അബു, ലാസ്റ്റ് എന്താ വരുന്നത്? നെംഷി. ആ, സുക്കൂന് വരില്ല. മുലാരിയില് ലാസ്റ്റ് സുക്കൂന് വരില്ല. അത് മനസ്സിലായി. മനസ്സിലായോ? അതെ. പിന്നെ അപ്പൊ ഫസ്റ്റ് അൽ അബു അലിഫല്ലേ വന്നത്? അതാ ഞാൻ പറയണത്. അങ്ങനെ റൂൾ, അതായത് അലിഫ് വരാം, അൻത, അൻതി, അൻതും എന്നുള്ള, അൻതുന്ന എന്നുള്ള ഫോമിലാണ് വരിക. നിങ്ങൾക്ക് ഇപ്പൊ അത് അങ്ങോട്ട് ചിന്തിക്കണ്ട. ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ ഇവിടെ അൻത എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് സിയാബക്ക, നീ നിന്റെ വസ്ത്രത്തെ വൃത്തിയാക്കൂന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു ബോയിനോടാണ് പറയുന്നത്. സിയാബക്ക, നീ നിന്റെ വസ്ത്രത്തെ, ഇവിടെ ഞല്ലിഫ്, നീ വൃത്തിയാക്കൂ എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്താണ് ഫെയില്, മാലി മുലാരി എങ്ങനെ, മുലാരി ആണോ അമറാണോന്ന് എങ്ങനെ മനസ്സിലാക്കാന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? അല്ലല്ല, അത് മനസ്സിലായി. അത് ലാസ്റ്റ് സുക്കൂന് വന്നാലല്ലേ അംറെ. അപ്പൊ അതന്നെ. ഞാൻ ലാസ്റ്റ് ചോദിച്ചത് മുലാരിയിൽ ഒരിക്കലും മുലാരി ലാസ്റ്റ് സുക്കൂന് വരില്ല കേട്ടോ. കേട്ടോ, അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. മുലാരിയിൽ ഒരിക്കലും ലാസ്റ്റ് സുക്കൂന് വരില്ല. ഓക്കെ, അങ്ങോട്ട് കാട് കയറി ചിന്തിക്കേണ്ട, ഇത്ര മതി. നെല്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കുക എന്നാണ്. പിന്നെ എന്താണ് ലാസ്റ്റ്ക്ക് ഞാൻ അമ്രില്, ചോദിച്ചത് മനസ്സിലായി. മനസ്സിലായി. ലാസ്റ്റിലേക്ക് അമ്രില് അൻത എന്ന ഫോം വരുമ്പോൾ ആ ഒരു വെർബിന് ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. ആ റൂളിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ നെല്ലിഫ്. പിന്നെ മുലാരിയിലേക്ക് ഞാ എന്നുള്ളത് കണ്ടപ്പോഴാണ് മുലാരിയിലേക്ക് ഒന്ന് കടക്കാൻ പോയത് അല്ലേ? ആണല്ലോ. അതെ. പക്ഷെ മുലാരിയില് ഒരിക്കലും ലാസ്റ്റ് സുക്കൂന് വരില്ല. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യാൻ എന്താണ്? അമ്രാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ഞം. ഞം എന്ന് പറഞ്ഞെന്താ? ഉറങ്ങൂ. ഞം ഉറങ്ങൂ, മുബക്കിറെ, നേരത്തെ ഉറങ്ങൂ. സ്ലീപ്പ് ഏർലി, സ്ലീപ്പ് ഏർലി, നേരത്തെ ഉറങ്ങൂ. ഇവിടെ ഏതാണ് മാലി? സോറി, ഏതാ ഫെയിൽ? ഏതാ? ഞം എന്നാണ് അല്ലെ? ഉറങ്ങൂ എന്നാണ്. അത് എന്ത് ഫെയിലാണ്? അത് ലാസ്റ്റ് സുക്കൂന് വന്നത് കൊണ്ട് തന്നെ അതെന്താണ്? അമ്രാണ്. ഓക്കെ, നെക്സ്റ്റ് തമഹൽ ഫിസൈറി. തമഹൽ എന്ന് പറയുമ്പോൾ പതുക്കെ നടക്കൂ, സ്ലോലി, വാക്ക് സ്ലോലി, അല്ലെങ്കിൽ ബി കെയർഫുൾ എന്ന് പറയും. ഇവിടെ നമുക്ക് വാക്ക് സ്ലോലി എന്ന് പറയാം. എന്ത്? ഫിസൈറി, നടക്കുന്നതിൽ. നിങ്ങൾ നടക്കുമ്പോൾ പതുക്കെ നടക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വാക്ക് കെയർഫുള്ളി എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ ഏതാണ് വരിക? Tamahal.
തമഹൽ എന്നാണ് വരിക അല്ലെ. കാരണം എന്താണ്? ലാസ്റ്റ് അൻത എന്നുള്ള ലാസ്റ്റ് ലാമിന് സുക്കൂനാണ് വന്നിട്ടുള്ളത്. തമഹൽ, ഇസ്ഹബ്, ഇഖ്റ എന്നൊക്കെ പറയുമ്പോൾ അതിന് ലാസ്റ്റ് അധികം അൻത എന്ന ഫോമിൽ വരുമ്പോ സുക്കൂനാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് അജിത് 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 ഡൂവൽ, ശരിയായി ചെയ്യുക, ഡൂവൽ. എന്ത്? ചുയിങ്, ചവക്കൂലെ, ചുയിങ് ചെയ്യാം, ചവക്കല്. ആമി, ഭക്ഷണം, ഭക്ഷണം നന്നായി ചവച്ച് തിന്നു. chew the food well. ഓക്കെ, ഇതിലേതോ? അജിത്. അജിത് ഇവിടെ അജിത് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കണം, അജിത് എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് എന്നോട് പറയോ അപ്പൊ ആ എന്നുള്ള മീനിങ് ആണ് വരുമ്പോ ആന്ന് വന്നു, അപ്പൊ നമ്മളോട് കമാൻഡ് ചെയ്യോ? ഇല്ല. അപ്പൊ അങ്ങനെ ഡൗട്ട് വരുമ്പോ നേരെ അതിന്റെ ലാസ്റ്റിക്ക് നോക്കുക. ദാലിന് എന്താ വന്നിട്ടുള്ളത്? സുക്കൂൻ. സുക്കൂനാണ് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? അത് അമ്ര ആയതുകൊണ്ടാണ്. അപ്പൊ ഡൗട്ട് തീർന്നില്ലേ? ഓക്കെ, ഇത്രയും വായിച്ചേല് ഇപ്പൊ ആകെ ഡൗട്ട് ആയല്ലോ? അമ്ര മനസ്സിലായല്ലോ? ഫെയിൽ അമ്ര എന്താന്ന് മനസ്സിലായല്ലോ? ഫെയിൽ അമ്രയില് നമ്മൾ അൻത ഫോമിന്റെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു പുരുഷനോട് പറയുമ്പോൾ ഉള്ള ഒരു ഇതിലാണ് നമുക്ക് ലാസ്റ്റ് സുക്കൂന് വരിക. ഇനി നമുക്ക് വേറെയും കുറച്ച് ഇത് പഠിക്കാനുണ്ട്. ലൊമീർ എന്ന് പറയും, ലൊമാർ. അത് ഇപ്പൊ നോക്കാനില്ല, ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ലൊമാറിന്റെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായി ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫെയില് മാളി മുള്ളാരി എന്ന ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, നമുക്ക് നന്നായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലെ. തമീനാത്ത് നോക്കൂ, പേജ് നമ്പർ 23. ഇബറാത്തി, താഴെ നിന്നിട്ടുള്ള ഇബറാത്ത് വായിച്ചു വെക്കാന്. അതിന്റെ പോയിന്റ്സ് വായിച്ചു വെക്കാനാ പറയുന്നത്. വേർതിരിച്ചെടുക്കാന് എന്ത്? മാലിയെയും മുള്ളാരിനെയും അമ്രിനെയും പിന്നെ മാലി മുള്ളാരി അമ്ര, ഇത് ഏതാന്ന് മനസ്സിലാക്കാനാണ്. ഓരോ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാലി ഏതാ, മുള്ളാരി ഏതാ, അമ്ര ഏതാന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, നോക്കല്ലേ അല്ലെ. ഫസ്റ്റ് ഏതാണ്? ആ പോയിന്റ് വായിച്ചു നോക്കൂ. ജനൽ ഫല്ലാഹു ഖുത്നഹു വബാഅഹു സുമ്മ ഇശ്തറാ ബിബഅളി സമനിഹി മാ യഹ്താജു ഇലൈഹി. ഇത് നമ്മൾ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീല മാലി മുലാരിയും കറക്റ്റ് ആയിട്ട് പഠിക്കും കേട്ടോ. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ലാസ്റ്റ് 5 6 എത്തുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചെയ്യും. ഓക്കെ, ഫസ്റ്റ് മീനിങ് ഞാൻ മീനിങ് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. മാലയാണോ മുലാരിയാണോ അമ്രാന്ന് നോക്കണേ. ജനൽ ഫല്ലാഹു, ദ ഫാർമർ ഹാർവസ്റ്റഡ്. കർഷകൻ, ഫല്ലാഹ് പറഞ്ഞാൽ കർഷകൻ, ജന എന്ന് പറഞ്ഞാൽ വിളവെടുത്തു, ഹാർവെസ്റ്റ് ചെയ്യാൻ. എന്താ വിളവെടുത്തത്? ഖുത്നഹു വബാഅഹു, ഖുത്നഹു തന്റെ പരുത്തി, ഖുത്നഹു തന്റെ പരുത്തി, വബാഅഹു അതിനെ വിൽക്കുകയും ചെയ്തു. പരുത്തി വിളവെടുത്ത്, വബാഅഹു അതിനെ വിറ്റു. നോക്കിക്കോളൂ കേട്ടോ, അതിലൊക്കെ പേര് മാലി മുലാരി അമ്രക്ക് ഏതാന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. സുമ്മഷ്തറ പിന്നീട്, ഇഷ്തറ വാങ്ങി അല്ലെ, വോട്ട് ചെയ്തു, വാങ്ങി. എന്ത്? ബിബഅളി സമനിഹി, ബിബഅളി സമനിഹി അതിന്റെ വിലയിൽ ഒരു ഭാഗം കൊണ്ട്, അതിന്റെ വിലയിലെ ഒരു ഭാഗം കൊണ്ട് വാങ്ങി. എന്ത്? മാ യഹ്താജു ഇലൈഹി തനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി. ഇതില് മാലി ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ് മാലി? ജന, ബാഹു, മതി. ബാഹു പറയുമ്പോ അയാൾ വാങ്ങി എന്നുള്ളൊരു മീനിങ്, വിറ്റു അല്ലെ. അത് വിറ്റു. പിന്നെ നെക്സ്റ്റ് ഇനി ഉണ്ടോ? മാളി ഉണ്ടോ? എല്ലാം തോന്നുന്നു.
ഒന്നുകൂടി നോക്കി നോക്കൂ. ഇസ്തരിയോ? ഇഷ്തറ. ഇസ്തറ. ഇഷ്തറ പറഞ്ഞാൽ വാങ്ങ, വാങ്ങി, അല്ലേ? അത് മാളിയാണോ മുലാരിയാണോ? മാളി. മാളിയാണ്. ഓക്കെ, നെക്സ്റ്റ്. മുലാരി ഉണ്ടോ? യഹ്താജ്. അതന്നെ, യഹ്താജു, അല്ലേ? അമ്രുണ്ടോ? ഇല്ല. ഉണ്ടാ. അമ്രുണ്ടോ? ഇല്ല. കിട്ടി. ഉണ്ടോ? അമ്രുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് നോക്കൂ. ഇഷ്ടര മാലയാണ്. ഇഷ്തരി പറഞ്ഞാൽ വാങ്ങുക, വാങ്ങി, അത് വാങ്ങി, വാങ്ങി. മാലിയല്ലേ? 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 മാലയാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ഏതാണ്? നളറ തിഫ്ലു. അവിടെ നളറ തിഫ്ലു ഇല ത്വാഇരി വഹുവ യുഹല്ലിഖു ഫിസ്സമാഇ ഫഅഹബ്ബ അൻ യുതീറ മിസ്ലഹു എന്ന് പറയുമ്പോൾ എന്താണ്? നളറ തിഫ്ലു, കുട്ടി നോക്കി. ദ ചൈൽഡ് ലുക്ക്ഡ് ഇല ത്വാഇരി, പക്ഷിയുടെ നേരെ. അറ്റ് ദ ബേർഡ്. വഹുവ യുഹല്ലിഖു, അത് പറന്നുയരുമ്പോൾ. വൈ ഇറ്റ് വാസ് soaring. ഫിസ്സമാഇ, ഇൻ ദ സ്കൈ, ആകാശത്തിൽ. ഫഅഹബ്ബ അൻ യതീറ, എന്താണ്? പറക്കാൻ. ഫഹബ്ബ, അവൻ ആഗ്രഹിച്ചു. അൻ യതീറ, പറക്കാൻ, അല്ലെ? പറക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. സോ ഹി വിഷ്ഡ് ടു ഫ്ലൈ മിസ്ലഹു, ലൈക്ക് ഇറ്റ്, അതുപോലെ. ഓക്കെ, കുട്ടി ആകാശത്ത് പറന്നുയരുന്ന പക്ഷിയെ നോക്കി അതിനെ പോലെ പറക്കാൻ അവൻ ആഗ്രഹിച്ചു. The child looked at the bird, it was soaring in the sky, and he wished to fly like it. ഓക്കെ, മാളി ഉണ്ടോ? നളറ. നളറ. ഓക്കെ, ഇനി ഉണ്ടോ മാളി? ഇല്ല. ഒന്നുകൂടി നോക്കി നോക്കൂ, ഉണ്ടോന്ന്. യുഹല്ലിഖുണ്ടോ? അഹബ്ബയില്ലേ? അഹബ്ബണ്ട്. അതെ അതെ, അഹബ്ബണ്ട്. അഹബ്ബ. അഹബ്ബ പറഞ്ഞെന്താ? അവൻ ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ. ഓക്കെ, പാസ്റ്റ് കഴിഞ്ഞു. ദെൻ പ്രസന്റ്, അതായത് മുലാരി ഏതൊക്കെയാണ്? യത്തീറു. യത്വീറു. യുഹല്ലിഖു, യത്വീറു. യുഹല്ലിഖു. ഉണ്ടോ? അസ്സമഅതു. ഏതാണ്? പറ്റോ? അത് ഇസ്മല്ലേ? പേര്. തിഫ്ലു ഇസ്മല്ലേ? വേറെ ഇല്ലല്ലോ. ഇല്ല, ഇല്ല. ഇനി അമ്രുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അതും കൂടി മനസ്സിലാക്കണം, ഉണ്ടോ ഇല്ലേന്ന് അറിയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. എന്താണ് അടുത്തത്? ഹബ്ബത്തി, അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. ഹബ്ബത്തിൽ അവാസിഫു ലൈലൻ ഫത്ഫഅത്തി അൽ മസ്വാബിഹ വഖ്തലഅത് ബഅലൽ അശ്ജാർ എന്ന് പറഞ്ഞാൽ, ഹബ്ബത്തിൽ അവാസിഫു, കൊടുങ്കാറ്റ് വീശി, അല്ലെ? ദ സ്ട്രോങ് ബ്ലൂ. എന്താണ്? ലൈലൻ ഫത്ഫഅത്തി, രാത്രിയിൽ. ലൈലൻ പറഞ്ഞാൽ രാത്രിയിൽ. ഫത്ഫഅത്തി പറഞ്ഞാൽ കെടുത്തിക്കളഞ്ഞു. എന്നിട്ടത് എന്താണ്? അത്ഫഅത്തി, കെടുത്തിക്കളഞ്ഞു.
അൽ മസ്വാബിഹ വിളക്കുകളെ. വഖ്തലഅത്ത് അത് വേരോടെ പിഴുതു. ഇഖ്തലഅത്ത് പറഞ്ഞാൽ വേരോടെ പിഴിയുക, പിഴുതെടുക്കൂലെ അതിന്. അപ്രൂട്ടഡ്. ബഅ്ലൽ അശ്ജാർ സം ഓഫ് ദ ട്രീസ് കുറച്ച് മരങ്ങളെ, ചില മരങ്ങളെ. രാത്രിയിൽ കൊടുങ്കാറ്റ് വീശിയടിക്കുകയും വിളക്കുകൾ കെടുത്തുകയും ചില മരങ്ങൾ വേരോടെ പിഴുതെറിയുകയും ചെയ്തു. ഓക്കെ, മാളി ഉണ്ടോ? ഹബ്ബത്തി ഹബ്ബത്ത്. ഓക്കെ. ഫത്തി മാലയാണോ? അതെ, അത്തഫാത്തി മാളിയാണ്. വക്കത്തലത്ത് ഇത്അലത്ത്. ഓക്കെ, ഇത്ലഅത്ത് മാളിയാണ്. മുളാരി ഉണ്ടോ? ഇല്ല. അമ്രുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇത്രയും മതി. 1 2 3 അല്ലെ. നെക്സ്റ്റ് ക്ലാസ്സിൽ 4 5 6 7 അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നത് ഹോംവർക്ക് തരുന്നതിനേക്കാൾ നല്ലത് നമ്മള് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതല്ലേ. എങ്ങനെയാണ്? നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യുമ്പോഴല്ലേ ഒരു ഐഡിയ കിട്ടുന്നുള്ളൂ അല്ലേ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി 4 ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാല്ലാ. അപ്പൊ ഇനി ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫിലമാലി, മുലാരിയ്, അമ്ര് നമ്മള് എടുത്തു. ഏതാണ് ഇസ്മ എന്താന്നും ഫെയിൽ എന്താന്നും ഹർഫ് എന്താന്നും ആദ്യം നമ്മൾ പഠിച്ചു അല്ലെ. ജുംല മുഫീദ കഴിഞ്ഞതിന് ശേഷം അതില് ഫെയിലിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതാണ്? ജുംല ഇസ്മ, മാലി, മുലാരിയ്, അമ്ര്. അതില് മാലി എന്താന്ന് നമ്മൾ പഠിച്ചു. മാലി പറയുമ്പോ എപ്പോഴും അതിന്റെ ലാസ്റ്റിലേക്കാണ് എന്ത് വരിക? മാറ്റം വരിക. മുലാരി ആവുമ്പോ അതിന്റെ ഫസ്റ്റിലാണ് മാറ്റം വരിക. അമ്ര്, അൻത, അൻതും എന്നുള്ള കുറച്ച് ഫോം ഉണ്ട്. ലമീറിന്റെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു ബോയ് എന്ന് പറയുമ്പോൾ ഒരു പുല്ലിംഗം വരുമ്പോഴുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോ അതില് എപ്പോഴും അതിന്റെ വെർബിന് ലാസ്റ്റ് എന്തായിരിക്കും? സുക്കൂനായിരിക്കും. ഓക്കെ, എനി ഡൗട്ട്? നോ. ഇല്ലല്ലോ. നോ. ഓക്കെ, പിന്നെ എന്തായി? വർക്കൊക്കെ കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. കാരണം നമുക്ക് അത് വെച്ചിട്ടാണ് നമുക്കിനി നിങ്ങൾക്ക് പ്രസന്റേഷൻ എടുക്കാനല്ലോ. അപ്പൊ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചാർട്ടും ഫ്ലാഷ് കാർഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന് ഡിസ്കസ് ചെയ്യാം. ഒരു അസൈൻമെന്റ് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെക്കുള്ള സബ്ജക്റ്റും ടോപ്പിക്കും കൂടുതൽ ഡിസ്കഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്യാം. ഒരു അസൈൻമെന്റിനെ കുറിച്ച് ഒരു ചെറിയൊരു വർക്കാണ്. മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? വേറെ സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ അസൈൻമെന്റ് ചെയ്തതല്ലേ? ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടൈം അല്ലല്ലോ? ആണോ? പറയൂ. ഫസ്റ്റ് നിങ്ങൾ അസൈൻമെന്റ് ആദ്യമായിട്ടാണ് ഞാൻ തരുന്നത് അല്ലെ? മുന്നേ ചെയ്തതല്ലേ? അസൈൻമെന്റ് വെച്ചിട്ട് അങ്ങനെ A4 എഴുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല? ചെയ്തിക്കണം. പക്ഷെ അസൈൻമെന്റ് കോഡ് ബുക്കിലല്ലേ മെസ്സേജ് ചെയ്യുക? അല്ല, റെക്കോർഡ് അല്ല, നമുക്ക് പേപ്പറിൽ ചെയ്യാം. അതായത് A4 എഴുതാം. 1-2 അസൈൻമെന്റ് ഉള്ളു. അതിന് നിങ്ങൾ അതിനായിട്ട് റെക്കോർഡ് വാങ്ങണ്ടല്ലോ. റെക്കോർഡിൽ എഴുതാനുള്ളത് ചെറിയ റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പൊ വേണ്ട, ഒന്നും കൂടെ 3-4 മാസം കഴിയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ ഒക്കെ നിങ്ങൾ എഴുതേണ്ടത് റെക്കോർഡ് ബുക്കിലാണ് കേട്ടോ. ഒരു 2 ലെസൺ പ്ലാനോ 3 ലെസൺ പ്ലാനോ നിങ്ങൾക്ക് എഴുതാൻ തരാം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ അത് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാൻ തരാം. നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ളതാണ് ലെസൺ പ്ലാൻ. അപ്പൊ അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് A4 എഴുതേണ്ടതാണല്ലേ? A4 എഴുതാം. അത് A4 എഴുതാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടോപ്പിക്കും കാര്യങ്ങളും സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിന് അങ്ങനല്ലേ ഉണ്ട് സ്റ്റെപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ എഴുതണ്ടെന്നും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇൻഷാല്ലാ. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് PM ചെയ്തോളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. ഓക്കെ. അപ്പൊ ക്ലാസ് ഇന്ന് എടുത്തതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കാം. കൂടുതൽ ഫെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഫെയിൽ ഇട്ട് തരാം കേട്ടോ, ഫെയില് മാലിന്യകാരിയൊക്കെ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ. ഓക്കെ. ശുക്രൻ ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ് അല്ലേ? താങ്ക് യു.